ഇപ്പോൾ ഇതാ വി.ഡി. സതീശൻ എന്തായാലും മാധ്യമങ്ങളെ കാണുകയാണ്. ഒരുപക്ഷെ കൂടുതൽ പ്രതികരണം ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കം UDF പ്രവർത്തകർ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നടത്തിയിട്ടുണ്ട്. മിഷൻ 26 ഞങ്ങൾ ഒരു വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അത് വളരെ ഫലപ്രദമായി നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്. ഈ സർക്കാരിന്റെ താഴെ ഇറക്കണമെന്ന വാശിയോടുകൂടി ജനങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഉണ്ടാകും. ഈ സർക്കാരിന്റെ ദുർഭരണം ജനജീവിതത്തെ എത്രമാത്രം ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ച. 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ഈ വിലക്കയറ്റം കുറച്ചു കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ജനങ്ങൾ പൊറുതിമുട്ടിയാണ് വിലക്കയറ്റം കൊണ്ട്. അപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം അവരാഗ്രഹിക്കും. അങ്ങനെ ഒരു സർക്കാരിന്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായോ? സപ്ലൈകോ തകർന്നു. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് കൊടുക്കാനുള്ളത്. 12 മാസമായി ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം വിലക്കയറ്റത്തിൽ. ആ വിലക്കയറ്റം താഴെ കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ഗവൺമെന്റ് നിസ്സംഗരാണ്. പ്രചരണം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, വ്യാപകമായ പ്രചരണമാണ്. കോടാനുകോടി രൂപ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെന്റ് നടത്തിയത്. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. 1,10,000 കോടി രൂപ കിഫ്ബിക്ക് ചെലവാക്കിയെന്നാണ് കള്ളപ്രചരണം. 38,000 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതിൽ 30,000 കോടി രൂപ നികുതി വരുമാനത്തിൽ നിന്ന് എടുത്താണ് ചെലവാക്കിയിരിക്കുന്നത്. എന്താ വ്യത്യാസം? ബാക്കി 8,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ആ കടവും കടമെടുപ്പിന്റെ പരിധിയിൽ വരും. അതിപ്പോ ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും ഈ 30,000 കോടി രൂപ നികുതിയിൽ നിന്ന് PWDക്കും ഇറിഗേഷനും ഒക്കെ ചെലവാക്കാമായിരുന്നു. എന്ത് വ്യത്യാസമാണ്? 1,10,000 കോടി രൂപ എന്ന് കള്ളം പറഞ്ഞിരിക്കുകയാണ്. ആകെ ചെലവാക്കിയിരിക്കുന്നത് 2018 വന്നതാണ് കിഫ്ബി. എന്നിട്ട് നുണപ്രചരണമാണ്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് 10 വർഷത്തേക്ക് അന്നം കൊടുത്തു, ഔദാര്യ റേഷൻ കൊടുത്തു. ഏതെങ്കിലും ഗവൺമെന്റ് റേഷൻ മുടക്കിയിട്ടുണ്ടോ കേരളത്തിൽ? ഇവര് ഭരണ കേട്ടാൽ 10 കൊല്ലമായിട്ട് റേഷൻ മുടങ്ങാത്ത ആദ്യത്തെ സർക്കാരാണ് ഇതെന്ന് തോന്നുന്നു. റേഷൻ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ആണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത്. കോൺഗ്രസ് സർക്കാരാണ് നടപ്പാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുവിതരണ സമ്പ്രദായമുള്ള സംസ്ഥാനം കേരളമാണ്. അച്യുതാനന്ദൻ ഭരിച്ചിരുന്നപ്പോഴും റേഷൻ മുടങ്ങിയിട്ടില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും AK ആന്റണി ഭരിച്ചപ്പോഴും അച്യുതമേനോൻ ഭരിച്ചപ്പോഴും ഒന്നും ഇവിടെ റേഷൻ മുടങ്ങിയിട്ടില്ല. പുതിയ അവകാശവാദമാണ്. ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കാണ്. കേരളം മുഴുവൻ സർക്കാരിനെതിരായ വിമർശനങ്ങൾ കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ 12 മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കിഫ്ബിയിൽപ്പെടുത്തിയിട്ടുള്ള പല പദ്ധതികളെയും കുറിച്ച് തെറ്റായ പ്രചാരണം ആണ് നടത്തുന്നത് എന്നതാണ് വി.ഡി. സതീശന്റെ ഇപ്പോഴത്തെ വിമർശനം. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കടുക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി ഉയർത്തുകയാണ്. പ്രത്യേകിച്ച് PR വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യം മറ്റൊന്ന് എന്ന വിമർശനം ആണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.